നാലാമത്തെ ചാപ്റ്റർ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്നുള്ള ചാപ്റ്ററിലെ എക്സസൈസസിലേക്കാണ് നമുക്കിനി പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള വളരെ രസകരമായൊരു ചാപ്റ്ററാണ് നാലാമത്തെ ചാപ്റ്റർ. മാഗ്നറ്റിസം ഒക്കെ നമ്മൾ വളരെ ഭംഗിയായിട്ട് പഠിച്ച ആ ചാപ്റ്ററിലെ ഒന്നാമത്തെ എക്സസൈസിലേക്ക് പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 1 4.1ലേക്ക് പോകുന്നു. എ സർക്കുലാർ കോയിൽ ഓഫ് വയർ കൺസിസ്റ്റിംഗ് ഓഫ് 100 ടേൺസ്. അപ്പോൾ എത്ര ടേൺസ് ഉണ്ട്? 100 ടേൺസ് ഉണ്ട്. ഈച്ച് ഓഫ് റേഡിയസ് 8 സെൻറ്റിമീറ്റർ. ഓരോന്നിൻ്റെയും റേഡിയസ് 8 സെൻറ്റിമീറ്റർ. ക്യാരീസ് എ കറൻറ്റ് ഓഫ് 0.4 ആംപെയർ. വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ബി അറ്റ് ദ സെൻറ്റർ ഓഫ് കോയിൽ? കോയിലിൻ്റെ സെൻറ്ററിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണണം. ഇക്വേഷൻ ബി ഈക്വൽ ടു μ0 Ni/2r. ഡയറക്റ്റ് നമ്മൾ പഠിച്ച ഇക്വേഷനാണ്. μ0 ഈസ് എ കോൺസ്റ്റൻറ്റ് 4π × 10⁻⁻⁷ നമ്മൾക്കറിയാം. ദെൻ n ഈസ് ഗിവൺ 100 ടേൺസ്. അപ്പോൾ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് 100. I എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 0.4 ആംപെയർ ഡിവൈഡഡ് ബൈ അതിൻ്റെ റേഡിയസ് 2 × റേഡിയസ് 2 × 0.8 സെൻറ്റിമീറ്റർ എന്നാണ് തന്നിക്കുന്നത്. അതിനെ മീറ്ററിലേക്ക് മാറ്റി 0.08. So final answer is 3.14 × 10⁻⁻⁴ Tesla. Tesla is the unit of magnetic field. 3.14 × 10⁻⁻⁴ Tesla in the direction of area vector A of current loop. ഏരിയ വെക്ടർ എയുടെ അതേ ഡയറക്ഷനിൽ. ഈ ചാപ്റ്ററിൽ നമ്മൾ ഏത് ആൻസർ എഴുതിയാലും ഡയറക്ഷന് പ്രത്യേകം പ്രാധാന്യം കൊടുക്കണം. സോ ദിസ് ഈസ് ദ ആൻസർ ഓഫ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബി ഈക്വൽ ടു μ0 Ni/2r എന്നുള്ള ഇക്വേഷനിൽ μ0 ഈസ് എ കോൺസ്റ്റൻറ്റ്. μ0 ഈക്വൽ ടു 4π × 10⁻⁻⁷ ആണ്. n ഈക്വൽ ടു നമ്പർ ഓഫ് ടേൺസ്, അത് 100 ടേൺസ് എന്ന് തന്നിട്ടുണ്ട്. ദെൻ I ഈക്വൽ ടു കറണ്ട് ആണ്, അത് 0.4 ആംപെയർ എന്ന് തന്നിട്ടുണ്ട്. 0.4 ആംപെയർ. R ഈസ് ദ റേഡിയസ് ഓഫ് സർക്കുലർ ടേൺ. R ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. 0.08 മീറ്റർ. സോ 2 × R വേണം. എല്ലാം കൂടി സിംപ്ലിഫൈ ചെയ്തപ്പോൾ ഫൈനൽ ആൻസർ 3.14 × 10⁻⁻⁴ ടെസ്ല എന്ന് കിട്ടിയിരിക്കുന്നു. നാലാമത്തെ ചാപ്റ്ററിലെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം. എ ലോങ് സ്ട്രെയിറ്റ് വയർ ക്യാരീസ് എ കറൻറ്റ് ഓഫ് 35 ആംപെയർ. സോ കറണ്ട് I ഈക്വൽ ടു 35 ആംപെയർ. ഒരു തിൻ സ്ട്രെയിറ്റ് കണ്ടക്ടറിൽ കൂടെയുള്ള കറണ്ട് 35 ആംപെയർ. വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിൻറ്റ് 20 സെൻറ്റിമീറ്റർ ഫ്രം ദ വയർ? സോ ഒരു വയർ, അതിൽ നിന്നും 6 ഡിസ്റ്റൻസിൽ 20 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ. അപ്പോൾ നമ്മളതിന് ലൂപ്പ് കൺസിഡർ ചെയ്തു. ഇക്വേഷൻ മാഗ്നറ്റിക് ഫീൽഡ് ഈക്വൽ ടു ബി ഈക്വൽ ടു μ0 I/2πr. μ0 ഈസ് എ കോൺസ്റ്റൻറ്റ് 4π × 10⁻⁻⁷. I ഈസ് 35 ഡിവൈഡഡ് ബൈ 2π ഈസ് എ കോൺസ്റ്റൻറ്റ്. 6 നമുക്കറിയാം 20 സെൻറ്റിമീറ്റർ ആണ്. ദാറ്റ് ഈസ് 0.2 എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 0.2. R ഈക്വൽ ടു 20 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 0.2 മീറ്റർ. റൈറ്റ്. സോ ഫൈനൽ ആൻസർ ഈസ് 3.5 × 10⁻⁻⁵ ടെസ്ല ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സോ ഡയറക്ഷൻ നമ്മളോട് ചോദിച്ചിട്ടില്ല. ദാറ്റ് ഈസ് ദ ഫൈനൽ ആൻസർ. ഈ ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. സ്ട്രെയിറ്റ് വയറിൽ R ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് R. അപ്പോൾ അതിൽ എവിടെയാണ് മാഗ്നറ്റിക് ഫീൽഡ്, എത്രയാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നേരിട്ടുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്തു, നമുക്ക് ഫൈനൽ ആൻസർ കിട്ടി. നമ്മൾ എക്സസൈസിൽ നാലാമത്തെ ചാപ്റ്ററിലെ മൂന്നാമത്തെ എക്സസൈസിലേക്കാണ് പോകുന്നത്. എ ലോങ് സ്ട്രെയിറ്റ് വയർ ഇൻ ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ ക്യാരീസ് എ കറൻറ്റ് ഓഫ് 50 ആംപെയർ. കറണ്ട് തന്നിട്ടുണ്ട് 50 ആംപെയർ ഇൻ നോർത്ത് ടു സൗത്ത് ഡയറക്ഷൻ കറണ്ടിൻ്റെ ഡയറക്ഷൻ തന്നിട്ടുണ്ട്. എ ലോങ് സ്ട്രെയിറ്റ് വയർ ഇൻ ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ ക്യാരീസ് എ കറൻറ്റ് ഓഫ് 50 ആംപെയർ in north to south direction. Give the magnitude and direction of B at a point 2.5 meter east of the wire. So P എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തു. B എന്നുള്ളത് നമുക്കറിയാം. B ഈക്വൽ ടു μ0 I ഡിവൈഡഡ് ബൈ 2πr. μ0 4π × 10⁻⁷. I കറണ്ട് SIയിലാണ് തന്നിരിക്കുന്നത് 50 ആംപെയർ ഡിവൈഡഡ് ബൈ 2π. R is the distance തന്നിട്ടുണ്ട്. ക്ലിയർ. 2.5 മീറ്റർ. ഒന്നും ചെയ്യാനില്ല, നമുക്ക് സോൾവ് ചെയ്തു. 4 × 10⁻⁻⁶
ടെസ്ല എന്ന് കിട്ടി. അക്കോർഡിംഗ് ടു റൈറ്റ് ഹാൻഡ് പാം റൂൾ പ്രകാരം മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പോയിന്റ് പി ഈസ് ഇൻ വെർട്ടിക്കലി അപ്വേർഡ് ഡയറക്ഷൻ. മാഗ്നറ്റിക് ഫീൽഡ് പി ഈസ് ഇൻ വെർട്ടിക്കലി അപ്വേർഡ് ഡയറക്ഷൻ. കാരണം കറണ്ടിൻ്റെ ഡയറക്ഷനുമായിട്ട് നോക്കുമ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ നോർത്ത് ടു സൗത്ത് ആണ്. ഇപ്പോൾ അവിടെയാണ് നോർത്തെങ്കിൽ നോർത്ത് ടു സൗത്ത് ആണ്. സോ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? വെർട്ടിക്കലി അപ്വേർഡ് ആയിരിക്കും, വെർട്ടിക്കലി അപ്വേർഡ് ഡയറക്ഷനിലായിരിക്കും എന്ന് നമുക്ക് കിട്ടി. റൈറ്റ് ഹാൻഡ് പാം റൂൾ വെച്ചിട്ട് ഈ കാര്യം നമുക്ക് മനസ്സിലായി. എ ഹൊറിസോണ്ടൽ ഓവർഹെഡ് പവർ ലൈൻ ക്യാരീസ് എ കറൻറ്റ് ഓഫ് 90 ആംപിയർ 90 ആംപിയർ ഇൻ ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷൻ. ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുക നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അപ്പോൾ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് പോകുന്നു. കറണ്ടിൻ്റെ ഡയറക്ഷൻ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക്. വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു കറൻറ്റ് 1.5 മീറ്റർ ബിലോ ദ ലൈൻ? അപ്പോൾ ഈസ്റ്റ്, ഇതാണ് ആ ലൈൻ. ഈസ്റ്റിൽ നിന്ന് സൗത്തിലേക്കാണ് പോകുന്നത്. അല്ല, ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കാണ്. റൈറ്റ്, ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക്, ഈസ്റ്റ് ടു വെസ്റ്റ്. സോ ഇവിടെ നിന്ന് 1.5, ഈ ലൈനിൽ നിന്ന് 1.5 മീറ്റർ ബിലോ ആണ് നമ്മുടെ പോയിന്റ് പി. സോ പി ഏത് ഡയറക്ഷനിലാണ്? സൗത്ത് വേർഡ്. അല്ലേ, ഇവിടെ നോർത്ത്, ഇവിടെ സൗത്ത് വേർഡ് ഡയറക്ഷനിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ലൈനിൽ നിന്നും സൗത്ത് വേർഡ് ഡയറക്ഷനിൽ എടുത്തിരിക്കുന്നു. സോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വളരെ എളുപ്പമാണ്. ആദ്യം ചോദ്യം മനസ്സിലാക്കുക. നമ്മൾ പറയുന്ന 4.4 ആണ്, 4ാമത്തെ ചോദ്യമാണ്. എ ഹൊറിസോണ്ടൽ ഓവർഹെഡ് പവർ ലൈൻ, ഒരു പവർ ലൈൻ ക്യാരീസ് എ കറൻറ്റ് ഓഫ് 90 ആംപിയർ. കറണ്ട് എവിടെ നിന്ന് എങ്ങോട്ട്? ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക്. അപ്പോൾ നമുക്ക് എന്തറിഞ്ഞിരിക്കണം? ഈ ഒരു ബേസ് നമുക്കറിയണം. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. നമ്മൾ ഓൾറെഡി നമുക്കറിയാവുന്ന കാര്യമാണ്, ചെറിയ ക്ലാസ്സുകൾ മുതൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതിനെ ബേസ് ചെയ്ത് എവിടുന്ന ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക്, ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷനിൽ കറണ്ട് പോകുന്നു. റൈറ്റ്, കിട്ടി. ദെൻ what is the magnitude and direction of magnetic field due to current 1.5 meter below the line? എവിടുന്ന്? ഈ ലൈനിൽ നിന്നും 1.5 മീറ്റർ, ശ്രദ്ധിക്കണം, ലൈനിൽ നിന്നും 1.5 മീറ്റർ താഴെ. അപ്പോൾ ഏത് ഡയറക്ഷനിൽ? സൗത്ത് വേർഡ് ഡയറക്ഷൻ. എങ്ങനെ കിട്ടി? നമ്മുടെ ഈ ലൈന്, നമ്മുടെ ഈ പറയുന്ന നോർത്ത്, സൗത്ത്, ആ ഡയറക്ഷൻ വെച്ചിട്ട് കിട്ടി. റൈറ്റ്. ദെൻ ബി കണ്ടുപിടിക്കണം. ഇക്വേഷൻ നമുക്കറിയാം, ബി ഈക്വൽ ടു μ0I divided by 2πr. വളരെ എളുപ്പമുള്ള ഇക്വേഷൻ. μ0 is a constant. 4π into 10 raised to -7 into I is given 90 divided by 2π. അങ്ങനെ തന്നെ എഴുതി. R തന്നിട്ടുണ്ട് 1.5 മീറ്റർ, SIയിൽ തന്നെയാണ്. സോ ഫൈനൽ ആൻസർ ഈസ് 1.2 into 10 raised to -5 Tesla is the magnitude of magnetic field. Direction in the southward direction from in the southward direction ആ പോയിന്റ് ലൈനിൽ നിന്നും സൗത്ത്വേർഡ് ഡയറക്ഷനിലാണ്. റൈറ്റ്, അപ്പോൾ അതൊക്കെ. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കൂടെ പോവാം. എന്താ അടുത്ത ചോദ്യം? 4.5ലേക്ക് പോകുന്നു. വളരെ എളുപ്പമുള്ള ചോദ്യം. വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്? ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്, അത് ശ്രദ്ധിക്കണം. നോട്ട് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പോൾ എന്താണ്? F/L ആണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്? F/L. അത് നമ്മൾ മറക്കരുത്. ലെങ്ത് ഓൺ എ വയർ ക്യാരിയിങ് എ കറൻറ്റ് ഓഫ് 8 ആംപിയർ ആൻഡ് മേക്കിംഗ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി വിത്ത് ദ ഡയറക്ഷൻ ഓഫ് എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് 0.15 ടെസ്ല. സോ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. F is equal to ILB sin theta. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആവുമ്പോൾ എന്തുണ്ടാവും? ILB sin theta by L. L ക്യാൻസൽ ഔട്ട് ചെയ്ത് പോയി. ബാക്കി ഉണ്ടാവുക എന്താണ്? ബാക്കി ഉണ്ടാവുക IB sin theta. IB sin theta. I is given 8 ആംപിയർ. B തന്നിട്ടുണ്ട് ടെസ്ല യൂണിറ്റിൽ 0.15. ആംഗിൾ, സൈൻ ഓഫ് ആംഗിൾ തീറ്റ, sin 30. ഫൈനൽ ആൻസർ 0.6
ന്യൂട്ടൺ പെർ മീറ്റർ എന്നുള്ളതാണ്. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്, വളരെ ശ്രദ്ധിക്കണം. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്, ഫോഴ്സ് ആയി കഴിഞ്ഞാൽ മാറിപ്പോയി. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ഓൺ എ വയർ ക്യാരിങ് എ കറണ്ട് SI യൂണിറ്റിലാണ് I, മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ 30 ഡിഗ്രി വിത്ത് ദ ഡയറക്ഷൻ ഓഫ് എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് B ആണ് ഈ തന്നിരിക്കുന്നത്. സോ നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റി. വളരെ എളുപ്പമാണ്, ഒരു ടെൻഷനും വേണ്ട. 0.6 ന്യൂട്ടൺ പെർ മീറ്റർ ഈസ് ദ ആൻസർ. ഇനി നമ്മൾ വളരെ എളുപ്പമായിട്ടുള്ള 6ാമത്തെയും 7ാമത്തെയും ചോദ്യത്തിലേക്കാണ് പോകുന്നത്. വളരെ എളുപ്പമായിട്ടുള്ള ചോദ്യമാണ്. ചോദ്യം വലുതാണെങ്കിലും ആൻസർ വളരെ സിമ്പിളാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ നേരിട്ട് ഉപയോഗിക്കുക, തന്നിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് നോക്കുക, ബാക്കി ഈസി ആയിട്ട് ചെയ്യാം. A 3 centimeter wire carrying a current of 10 ampere. A 3 centimeter wire carrying a current of 10 ampere is placed inside a solenoid perpendicular to its axis. മനസ്സിലാക്കുക, ഒരു 3 centimeter wire carrying a current of 10 ampere is placed inside a solenoid perpendicular to its axis. അതിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു വയർ വെച്ചു. The magnetic field inside the solenoid is given by 0.27 Tesla. 0.27 Tesla. What is the magnetic force on the wire? നമുക്കറിയാം, ഒരു സോളിനോയിഡിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ 3 സെൻറ്റിമീറ്റർ ഒരു കറണ്ട് ക്യാരിയിങ് വയർ വെച്ച് കഴിഞ്ഞാൽ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ILB sin theta. I is 10 ampere, L is 3 centimeter, 0.03 meter. 3 centimeter, 0.03 meter I. Then 0.03 into B is given 0.27 Tesla into അതിന് perpendicular to its axis, perpendicular. So theta equal to 90 degree. So answer is 8.1 into 10 raised to minus 2 Newton. ശ്രദ്ധിക്കണം, I is given, I equal to 10 ampere, L equal to 0.03 meter, മറക്കരുത്, സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ മറക്കരുത്. ദെൻ B equal to തന്നിരിക്കുന്ന SI യൂണിറ്റിലാണ് ടെസ്ല. ദെൻ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. എന്തുകൊണ്ട് 90 ഡിഗ്രി ആയി? എന്തുകൊണ്ടാണ് 90 ഡിഗ്രി എന്ന് വന്നത്? പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ആക്സിസ് എന്ന് പറയുന്നുണ്ട്. സോ നമ്മൾക്ക് 8.1 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 2 ന്യൂട്ടൺ എന്ന് കിട്ടി. 4.7ലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് 4.6 വരെ ക്ലിയർ ആണ്. നമുക്ക് 4.7ലേക്ക് പോവുകയാണ്. 2 long and parallel straight wires A and B carrying a current of 8 ampere and 5 ampere. 2 വയർ, ഒന്നാമത്തേതിൽ 8 ആംപിയർ, ഇത് അവിടെ കാണിച്ചിട്ടുണ്ട്, 8 ആംപിയർ A വയർ, B വയർ 5 ആംപിയർ. ഇൻ ദ സെയിം ഡയറക്ഷൻ, ഡയറക്ഷനും കാണിച്ചിട്ടുണ്ട്. ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഓഫ് 4 സെൻറ്റിമീറ്റർ. ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട് y ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. y ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. എസ്റ്റിമേറ്റ് ദ ഫോഴ്സ് ഓൺ 10 സെൻറ്റിമീറ്റർ സെക്ഷൻ ഓഫ് വയർ എ. അപ്പോൾ ആ വയറിൻ്റെ ചെറിയൊരു ഭാഗം എടുത്തു, 10 സെൻറ്റിമീറ്റർ സെക്ഷനിൽ ഉണ്ടാകുന്ന ഫോഴ്സ് കണ്ടുപിടിക്കണം. ഇക്വേഷൻ F ഇസ് ഈക്വൽ ടു μ0 I1 I2 ആ സെക്ഷൻ L ഡിവൈഡഡ് ബൈ 2πy. μ0 ഈസ് എ 4π ഇൻറ്റു 10 റൈസ് ടു മൈനസ് 7 കോൺസ്റ്റൻ്റ് ആണ്. I1 I2 8 ആംപിയറും 5 ആംപിയറും തന്നിട്ടുണ്ട്. ദെൻ L ആ സെക്ഷനാണ്, എത്രയത് 10 സെൻറ്റിമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ 0.1 മീറ്റർ ഡിവൈഡഡ് ബൈ 2π കോൺസ്റ്റൻറ്റ്. y ഈസ് ദ സെപ്പറേറ്റിംഗ് ഡിസ്റ്റൻസ് ആണ്, 4 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു. സോ 0.04 മീറ്റർ. സോ ഇതിൻ്റെ പ്രത്യേകത 2 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 5 ന്യൂട്ടൺ ആണ് അതിൻ്റെ ആൻസറായിട്ട്. നമുക്കിത് സോൾവ് ചെയ്യുമ്പോൾ 2π ക്യാൻസൽ ഔട്ട് ചെയ്തു. ഇവിടെ 8 ഇൻറ്റു 5 ഇൻറ്റു 0.1 ഡിവൈഡഡ് ബൈ 0.04 10 റൈസ് ടു മൈനസ് 7. ആൻസർ 2 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 5 ന്യൂട്ടൺ. ടുവാഴ്സ് ബി, ഇതിൻ്റെ പ്രത്യേകത ടുവാഴ്സ് ബി, ഇതിലുണ്ടാകുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ടുവാഴ്സ് ബി ആൻഡ് അട്രാക്റ്റീവ് ഇൻ നേച്ചർ. അതിൻ്റെ പ്രത്യേകത അട്രാക്റ്റീവ് ഇൻ നേച്ചറാണ്, ടുവാഴ്സ് ബി ആണ്. നമുക്കിവിടെ ഫിഗർ ഉണ്ട്, കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ദെൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലിയർ? 8ാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. 8ാമത്തെ ചോദ്യം വായിക്കാം. എ ക്ലോസ്ലി വൗണ്ട് സോളിനോയിഡ്
80 centimeter long, has 5 layers of windings of 400 turns each. ഓരോ ടേണിലും 400 അല്ല ഓരോ വൈൻഡിങ്ങിലും 400 ടേൺ വെച്ചിട്ടുള്ള 5 ലെയർ ഉണ്ട്. നീളം ലെങ്ത്ത് 80 സെൻറ്റിമീറ്റർ എന്ന് തന്നിരിക്കുന്നു. ദ ഡയാമീറ്റർ ഓഫ് സോളിനോയിഡ് ഈസ് 1.8 സെൻറ്റിമീറ്റർ. ഇഫ് ദ കറണ്ട് ക്യാരീസ് ഈസ് 8 ആംപിയർ. എസ്റ്റിമേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻസൈഡ് ദ സോളിനോയിഡ് നിയർ ഇറ്റ്സ് സെൻറ്റർ. അതാണ് വേണ്ടത്. ദ ഡയറക്ഷൻ ഓഫ് ഏരിയ വെക്ടർ എ ഓഫ് കറണ്ട് ലൂപ്പ് എലോങ് ദ ആക്സിസ്. അപ്പം നമുക്ക് അതിൻ്റെ ആൻസറിൻ്റെ ഡയറക്ഷൻ നമുക്ക് ഇവിടെ ആദ്യം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കറിയാം ബി ഈക്വൽ ടു മ്യൂ 0 ni. സോളിനോയിഡിൻ്റെ കാര്യത്തിൽ ബി ഈക്വൽ ടു മ്യൂ 0 ni. പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. ഇവിടെ ലെയറും ഉണ്ട് വൈൻഡിങ്ങും ഉണ്ട്. അപ്പോൾ എന്താ ഇക്വേഷൻ നമുക്കൊന്ന് മാറ്റണം. മ്യൂ 0 Pn/L ഇൻറ്റു ഐ. പി ഈക്വൽ ടു നമ്പർ ഓഫ് ലെയർ ഓഫ് വൈൻഡിങ്. അപ്പോൾ എന്തുണ്ട് Pn, പി ലെയർ, എൻ നമ്പർ എത്ര ടേൺസ് ഉണ്ടെന്ന്, എൽ അതിൻ്റെ ലെങ്ത്ത്. സോ മ്യൂ 0 എഴുതി 4π ഇൻറ്റു 10⁻⁻⁷ ഇൻറ്റു 5 ലെയർ 400 ടേൺസ് കറണ്ട് 8 ആംപിയർ ഡിവൈഡഡ് ബൈ എൽ. കാരണം ഇത് ലെങ്ത്ത് ഇതാണ് നമ്മൾ ചെയ്യുന്നത്. 0.8 80 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 0.8. സോ ആൻസർ ഈസ് 2.5 ഇൻറ്റു 10⁻⁻² Tesla is the answer. Then in the direction of area vector A of current loop along the axis. അതിൻ്റെ ഡയറക്ഷനും പറഞ്ഞു. 9ാമത്തെ ചോദ്യമാണ് വളരെ വലിയ ചോദ്യം, ചെറിയ ഉത്തരം, വളരെ എളുപ്പമുള്ള കാര്യം. A square coil of side 10 centimeter consists of 20 turns and carries a current of 12 ampere. The coil is suspended vertically and the normal to the plane of coil makes an angle of 30 degree with the direction of a uniform horizontal magnetic field of magnitude 0.80 Tesla. What is the magnitude of torque experienced by the coil? ഓരോന്നും വായിച്ച് കൃത്യമായി മനസ്സിലാക്കുക. എ സ്ക്വയർ കോയിൽ ഓഫ് സൈഡ് 10 സെൻറ്റിമീറ്റർ. ആദ്യത്തെ കാര്യം, സൈഡ് 10 സെൻറ്റിമീറ്ററുള്ള സ്ക്വയർ കോയിൽ കൺസിസ്റ്റ് ഓഫ് 20 ടേൺസ് 20 ടേൺ ആൻഡ് ക്യാരീസ് എ കറണ്ട് ഓഫ് 12 ആംപിയർ 12 ആംപിയർ കറണ്ട്. ദ കോയിൽ ഈസ് സസ്പെൻഡഡ് വെർട്ടിക്കലി ആൻഡ് ദ നോർമൽ ടു ദ പ്ലെയിൻ ഓഫ് കോയിൽ മേക്സ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി തീറ്റ ഈക്വൽ ടു 30 ഡിഗ്രി വിത്ത് ദ ഡയറക്ഷൻ ഓഫ് യൂണിഫോം ഹൊറിസോണ്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് മാഗ്നിറ്റ്യൂഡ് 0.80 ടെസ്ല. മാഗ്നറ്റിക് ഫീൽഡുമായിട്ടുള്ള ആംഗിൾ 30 ഡിഗ്രി. സോ ടോർക്കാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ടോർക്ക് ഈക്വൽ ടു BINA സൈൻ തീറ്റ. ഇവിടെ എക്ക് പകരം L സ്ക്വയർ എന്ന് കൊടുക്കാം. BIN ഏരിയ എന്ന് പറഞ്ഞാൽ L സ്ക്വയർ, കാരണം സ്ക്വയർ കോയിൽ, L സ്ക്വയർ സൈൻ തീറ്റ. B is 0.8 ടെസ്ല, I 12 ആംപിയർ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് കറണ്ട് ഓഫ് 12 ആംപിയർ. ദെൻ N ഈസ് 20 ടേൺസ്. L എന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ 0.1 മീറ്ററിൻ്റെ സ്ക്വയർ സൈൻ 30 1/2. ആൻസർ ഈസ് ടോർക്ക് ഈക്വൽ ടു 0.96 ന്യൂട്ടൺ മീറ്റർ ഈസ് ദ ടോർക്ക്. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.96 ന്യൂട്ടൺ മീറ്റർ എന്നാണ് നമുക്ക് കിട്ടുന്നത്. ടോർക്ക് ഈക്വൽ ടു 0.96 ന്യൂട്ടൺ മീറ്റർ. ക്ലിയർ. 10ാമത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യം, വളരെ ശ്രദ്ധിക്കേണ്ട ചോദ്യം. 2 മൂവിംഗ് കോയിൽ മീറ്റേഴ്സ് M1 and M2 have the following particulars. R1 equal to 10 ohm, N1 equal to 30, A1 equal to 3.6 into 10⁻⁻³ meter square, B1 equal to 0.25 Tesla. R2 equal to 14 ohm, N2 equal to 42, A2 equal to 1.8 into 10⁻³ meter square, B2 equal to 0.25 Tesla. Then determine the ratio of A current sensitivity, B voltage sensitivity of M2 and M1. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കറണ്ട് സെൻസിറ്റിവിറ്റിയും വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയും കാണാനാണ് പറഞ്ഞിരിക്കുന്നത്, ആ റേഷ്യോ രണ്ടെണ്ണത്തിൻ്റെയും. സോ അതിന് മുമ്പായിട്ട് വെൻ കറണ്ട് ഫ്ലോസ് ത്രൂ എ ഗാൽവനോമീറ്റർ, ഇഫ് ആംഗുലാർ ഡിഫ്ലക്ഷൻ ഓഫ് കോയിൽ ഈസ്
phi ആണ് ആംഗുലാർ ഡിഫ്ലക്ഷൻ ഓഫ് കോയിൽ എങ്കിൽ ഇൻ ദ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ദെൻ ഇറ്റ്സ് ഇൻ ദിസ് കണ്ടീഷൻ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ magnitude of external and restoring torque exerted on the coils are equal. BINA external torque equal to എന്താണ് restoring torque exerted on the coil K phi. ഇത് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? phi ഈക്വൽ ടു BINA ബൈ, അപ്പോൾ ഐ പോയി, കാരണം 5/I എടുക്കുകയാണെങ്കിൽ 5/I എടുക്കുകയാണെങ്കിൽ ഐ ക്യാൻസൽ ഔട്ടായി, ബാക്കിയുള്ളത് BNA/K എന്ന് കിട്ടി. കറൻറ്റ് സെൻസിറ്റിവിറ്റി എന്താണ് ഇക്വേഷൻ? SI എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 5/I ഈക്വൽ ടു BNA/K എന്നാണ് വരുന്നത്. ഇനി നമുക്ക് രണ്ട് റേഷ്യോസ് എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം. ചോദ്യത്തിൽ കറൻറ്റ് സെൻസിറ്റിവിറ്റി നമുക്ക് കിട്ടിയിരിക്കുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു BNA. സോ രണ്ടാമത്തേതിൻ്റെ കറൻറ്റ് സെൻസിറ്റിവിറ്റി ഡിവൈഡഡ് ബൈ ഫസ്റ്റത്തേതിൻ്റെ B2 N2 A2 ഡിവൈഡഡ് ബൈ B1 N1 A1 എല്ലാം തന്നുണ്ട്. നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.5 ഇൻറ്റു 42 ഇൻറ്റു 1.8 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 0.25 ഇൻറ്റു 30 ഇൻറ്റു 3.6 ഇൻറ്റു 10⁻³ സോ ഫൈനൽ ആൻസർ 1.4 റേഡിയൻ പെർ വോൾട്ട് എന്നാണ് ഫൈനൽ ആൻസർ കിട്ടുന്നത്. ഇത് സോൾവ് ചെയ്യുമ്പോൾ 1.4 റേഡിയൻ പെർ വോൾട്ട് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദെയർ കറണ്ട് സെൻസിറ്റിവിറ്റി. സി ഇനി വോൾട്ടേജ് സെൻസിറ്റിവിറ്റി നമുക്കറിയാം 5/V ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് പെർ വോൾട്ടാണ്. 5/V, വിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? IR എന്ന് കൊടുക്കാം. ഓംസ് ലോ പ്രകാരം V ഈക്വൽ ടു IR. ഇത് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ 5/I ഇൻറ്റു R എന്ന് എഴുതാം. ഇതിന് നമുക്ക് 5/I ഇൻറ്റു R സെയിം തന്നെയാണ്, നമ്മളൊന്ന് ഭംഗിയായിട്ട് എഴുതുക. 5 ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് കറണ്ട് എന്നുള്ളത് എന്താണ് നമുക്കറിയാം? SI ആണ്. ഇത് SI ആണ്, കറണ്ട് സെൻസിറ്റിവിറ്റി ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് എന്ന് കിട്ടി. സോ SV2/SV1 വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയുടെ റേഷ്യോ എന്ന് പറയുമ്പോൾ വിയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? SI2/SI1 ഇൻറ്റു R1/R2. ഒരു പ്രോബ്ലം ഇല്ല, ഇങ്ങനെ ഒരുമിച്ച് എഴുതാം നമുക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട് 1.4 എന്ന് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇൻറ്റു R1/R2 10/14 തന്നിട്ടുണ്ട്. സോ വി ഗെറ്റ് 1 റേഡിയൻ പെർ വോൾട്ട് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. സോ കറണ്ട് സെൻസിറ്റിവിറ്റിയുടെ റേഷ്യോ 1.4 റേഡിയൻ പെർ വോൾട്ടും വോൾട്ടേജ് സെൻസിറ്റിവിറ്റികളുടെ തമ്മിലുള്ള റേഷ്യോ 1 റേഡിയൻ പെർ വോൾട്ടും. ഇത് നമുക്ക് കൃത്യമായിട്ട് റേഡിയൻ പെർ ആംപെയർ എന്നാണ് കേട്ടോ. ഓക്കെ, 5/I എന്നാണ്, റൈറ്റ്. ഇതാണ് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ആൻസർ കിട്ടി. 13ാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. 13ാമത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഏറ്റവും അവസാനത്തെ ചോദ്യമാണ് ഈ ചാപ്റ്ററിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് ശ്രദ്ധിക്കാം. എ സർക്കുലാർ കോയിൽ ഓഫ് 30 turns and radius 8 centimeter carrying a current of 6 ampere is suspended vertically in a uniform horizontal magnetic field. Horizontal magnetic field, ഇത് horizontal magnetic field, ഇത് വീണ്ടും വന്നു അല്ലേ, magnetic field of magnitude 1 Tesla. Field lines makes an angle of 60 degree with the normal of the coil. Calculate the magnitude of counter torque that must be applied to prevent the coil from turning. So torque, counter torque, tau equal to BINA sin theta. BINA ക്ക് പകരം pi r square sin theta. B തന്നിട്ടുണ്ട് 1 Tesla. I തന്നിട്ടുണ്ട് 6 ampere. N is 30 turns, 30 turns. Pi 3.14 into R square 8 centimeter 0.08 all square. Theta തന്നിട്ടുണ്ട് 60 degree. So sin 60. So 180, 3 into 30 into 6. 180 into 3.14 into 64 into 10⁻⁻⁴. ഇതിൻ്റെ സ്ക്വയർ എടുത്താണ് sin 60 √3/2 എന്നാണ്. അത് നമ്മൾ 0.866 എന്ന് എടുത്തു. ഫൈനൽ ആൻസർ ഈസ്
3.132 ന്യൂട്ടൺ മീറ്റർ. ഒരു കാര്യം നമ്മൾ ഇതിൻ്റെ ബി ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിരിക്കുന്നതിൻ്റെ ചോദ്യം നമ്മൾ എഴുതിയില്ല. ആൻസർ പറയുന്നു ടോർക്ക് ഈക്വൽ ടു BI/NA സൈൻ തീറ്റ എന്നത് ഫോർ എ പ്ലാനാർ കോയിൽ ഓഫ് എനി ഷേപ്പ്. ഹെൻസ് ഫോർ സെയിം വാല്യൂ ഓഫ് ഏരിയ മാറുന്നില്ല. അവർ എബവ് ആൻസർ വിൽ നോട്ട് ചേഞ്ച്. ഏരിയ മാറാത്തടത്തോളം കാലം ടോർക്ക് ഈക്വൽ ടു BI/NA സൈൻ തീറ്റ തന്നെ ആയിരിക്കും. ഏത് ഷേപ്പ് ആയിക്കോട്ടെ, ഏരിയ മാറാതിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ആയിരിക്കും സംഭവിക്കുക. സോ ദിസ് ആൻസർ ഈസ് വാലിഡ് ഫോർ above answer is valid for same value of area whatever be the shape, no problem. ഓക്കെ, ഇതാണ് നമ്മുടെ 4ാമത്തെ ചാപ്റ്ററിലെ ചോദ്യങ്ങൾ. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തത്. 4ാമത്തെ ചാപ്റ്റർ പരീക്ഷയ്ക്ക് കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. അതിലെ പ്രധാനപ്പെട്ട എല്ലാ ചോദ്യങ്ങളും നമ്മൾ എക്സസൈസ് ചോദ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് 5ാമത്തെ ചാപ്റ്ററിലേക്ക്